കയറിക്കോ. ഹലോ ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇതാ ഞങ്ങളുടെ 4ാമത്തെ ദിവസമാണ് കേട്ടോ ഗോവയിൽ. ഉറങ്ങിണീറ്റോടനെ ഞാനൊരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ ബാൽക്കണി നിൽക്കുന്നതാണ്. ഞാൻ ഇതിൻ്റെ റൂം വീഡിയോസൊക്കെ ഇട്ടിരുന്നല്ലോ. അപ്പോൾ ഇതാണ് കേട്ടോ മക്കളെ റൂം. ഇതിൻ്റെ ഇടയിലൊരു ഇങ്ങനെ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. ഇതാണ് മക്കളെ റൂം. അപ്പോൾ മക്കൾ ഇന്ന് പോവാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് ഇപ്പോൾ ചെക്കൗട്ട് ചെയ്തിട്ട് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ കുറച്ച് കറങ്ങിയിട്ടൊക്കെ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. 6:30ക്കാണ് ട്രെയിന്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക്. അപ്പോൾ അവിടെയൊക്കെ കറങ്ങിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളൊരു റെയിൽവേ സ്റ്റേഷനിൽ പോകും. ഇപ്പം മക്കൾ സ്വിമ്മിങ് പൂളിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഇറങ്ങിയിട്ടില്ല. ഇറങ്ങണമെന്ന് വിചാരിച്ചു, പക്ഷേ നനഞ്ഞിട്ട് ഡ്രസ്സൊക്കെ പിന്നെ ഉണങ്ങില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇറങ്ങാത്തത്. അപ്പോൾ ഇനി മക്കൾ കുളിച്ചിട്ട് വരട്ടെ, ഞാൻ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് താഴെ. അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിള്ളേരെ ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ. എന്തായാലും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഈ 4 ദിവസവും ഞാനും പിള്ളേരും ശരിക്കും എൻജോയ് ചെയ്തു. നല്ല ഹോട്ടലാണ്, നല്ല അടിപൊളി ഹോട്ടലാണ്. നമ്മൾ ഓൺലൈൻ വഴിയാണ് കേട്ടോ ബുക്ക് ചെയ്തത്. ഓൺലൈൻ വഴി ചെക്ക് ചെയ്തിട്ട് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് അഫോർഡബിൾ പ്രൈസിന് കിട്ടും. ഡയറക്റ്റ് എടുക്കുകയാണെങ്കിൽ നല്ല റേറ്റാണ് ഇവിടെ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ 2 റൂം വേണമല്ലോ. അപ്പോൾ 2 റൂമും നമ്മൾ ഓൺലൈനാണ് ഡെയിലി ബുക്ക് ചെയ്യുന്നതാണ്. കാരണം ഒരു ടൈമിൽ തന്നെ 3 ദിവസത്തേക്കല്ല, നമ്മൾ വൺ ഡേ വെച്ചിട്ടാണ് ബുക്ക് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ കുറച്ച് നല്ലതാണ് ഞങ്ങൾക്ക് തോന്നി. പിന്നെ ഇതാ ഞാൻ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ അതിൽ നമ്മൾ റൂം ബുക്ക് ചെയ്യുമ്പോൾ തന്നെ. അപ്പോൾ മെടുവടയും പിന്നെ ആലു ചപ്പാത്തിയും ആലു പൊറോട്ടയും പിന്നെ ഓംപ്ലേറ്റ് ബുൾസയൊക്കെ പുറത്താണ് കേട്ടോ അവർ ഉണ്ടാക്കുന്നത്. അവിടെ പോയിട്ട് അതും വാങ്ങി. അപ്പോഴത്തേക്ക് ഇതാ പിള്ളേരെല്ലാം കയറി പോയി ഫ്രഷ് ആകാൻ പോയിട്ടുണ്ട്. എന്നിട്ട് വന്ന് അവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയിട്ട് ഫ്രഷായി ഒന്ന് കുളിച്ച് ഫ്രഷൊക്കെ ആയിട്ട് നമുക്ക് ചെക്കൗട്ട് ചെയ്യണമല്ലോ. ചെക്ക് ചെയ്തിട്ട് വേണം നമുക്ക് റെയിൽവേ സ്റ്റേഷൻ പോകുന്ന വഴിക്ക് നമുക്ക് വേറെ ഒരു സ്ഥലം കൂടി പോകാനുണ്ട്. അവിടെയും കൂടി പോയിട്ട് പിന്നെ 6:30ക്കാണ് കേട്ടോ ട്രെയിനുള്ളത്. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്ക് അവിടെ എത്തിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളവിടെ നിന്ന് ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഇതാ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പോകുന്നത് സ്പൈസസ് പ്ലാന്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അതിപ്പോൾ ഇങ്ങനെ ഗൂഗിളിലെല്ലാം സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, സ്പൈസസ് പ്ലാന്റേഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഗൈഡുള്ളവർക്കും പിന്നെ ഈ ടൂർ പാക്കേജ് ഉള്ളവർക്കും ഒക്കെ അവർ എല്ലാവരെയും അവിടെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇളനീരൊക്കെ കുടിച്ച് പിന്നെ ഫ്രൂട്ട്സ് നോക്കിയപ്പോൾ ഫ്രൂട്ട്സ് ഒന്ന് കഴിച്ച് നോക്കിയപ്പോൾ നല്ല പുളിപ്പായിരുന്നു, ഓറഞ്ച്. പിന്നെ അത് വാങ്ങിയിട്ടില്ല, അവർ ചെക്ക് ചെയ്യാൻ തന്നിരുന്നു. പിന്നെ അത് വാങ്ങിയിട്ടില്ല. പിന്നെ ഇളനീര് കുടിച്ചു. ഇളനീരും കുടിച്ച് അതിലേക്ക് ബെള്ളൽ എന്ന് പറയും കേട്ടോ. ഞങ്ങളെ ദ്വീപിൽ അതിന് ബെള്ളൽ എന്ന് പറയും ഇളനീരിന്. അപ്പോൾ അതിൻ്റെ അകത്തിലെ ആ കാമ്പെല്ലാം എടുത്ത് നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെയാണ് നമ്മൾ വണ്ടി വിട്ടത്. അപ്പോൾ പതുക്കെ പോയാൽ മതിയല്ലോ. പ്ലാന്റേഷനിലേക്ക് കുറച്ച് ദൂരമുണ്ട്, കുറച്ച് ഓടാനുണ്ട്. പക്ഷേ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയാണ് അത് ഉള്ളതെന്ന് നമ്മൾ ഗൂഗിൾ വെച്ചപ്പോൾ മനസ്സിലായി. അങ്ങനെ ഗൂഗിൾ വെച്ചിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അത് ഇളനീര് പിന്നെ നമുക്ക് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. എപ്പോഴും ഇങ്ങനെ ഇളനീർ ഒരു ദിവസം ഒന്നെങ്കിലും കുടിക്കാൻ എനിക്കിഷ്ടമാണ്. ലക്ഷദ്വീപിലെ എൻ്റെ നാട്ടിലത്തെ ഇളനീരെന്ന് പറഞ്ഞാൽ അതൊരു സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ. ആ ഒരു ടേസ്റ്റ് എവിടെ പോയാലും കിട്ടുന്നില്ല. ആ ഒരു മധുരവും ആ വെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റും
എല്ലാം എവിടെ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ദുബായിലായാലും ഇവിടെ കേരളത്തിലായാലും എവിടെ പോയാലും ആ ലക്ഷദ്വീപിലെ ഇളനീരിൻ്റെ ഒരു ടേസ്റ്റൊന്നും എനിക്ക് വേറെ എവിടെ നിന്നും കിട്ടാറില്ല. അങ്ങനെ ഇതാ ഞങ്ങളവിടെ എത്തി. അവിടെ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ പുറകെ തന്നെ വലിയ ബസ്സുകളും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാ അവിടെ ടിക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ അവർ പറഞ്ഞ് ഇവിടെ ടിക്കറ്റ് ഉണ്ട്, ടിക്കറ്റ് എടുത്തിട്ടാണ് പോകേണ്ടതെന്ന് പറഞ്ഞ് അങ്ങനെ ഇതാ ടിക്കറ്റ് എടുക്കാമെന്ന് വെച്ചു. ഇതാണ് സ്പൈസസ് പ്ലാന്റേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് കയറണമെങ്കിൽ 500 രൂപയാണ് ഒരാൾക്ക്. കുട്ടികൾക്ക് കയറാൻ താല്പര്യമില്ല. എനിക്ക് വേണ്ടി വന്നതുകൊണ്ട് ഞാൻ കയറി. ഇതിൽ പിന്നെ വെൽക്കം ഡ്രിങ്കും ലഞ്ചും ഒക്കെ ഉൾപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. നോക്കാം. ഇത്രയേ ഉള്ളൂ. ഈ കാട്ടിൻ്റെ ഇടയിൽ ഒരു ടെൻ്റ് അടിച്ചിട്ട് നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ ആ പാലത്തിൻ്റെ മുകളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു വലിയൊരു സ്റ്റാൾ പോലെ കെട്ടിയിട്ട് പിന്നെ അതിലാണ് ഇപ്പോൾ ലഞ്ചൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പോയ ഉടനെ തന്നെ അവർ കുറച്ച് ഫ്ലവർ നമ്മളെ വെൽക്കം ചെയ്യുന്നുണ്ട്. പിന്നെ വെൽക്കം ഡ്രിങ്കായിട്ട് കിട്ടുന്നത് ഒരു കട്ടൻ ചായയാണ് കേട്ടോ, സുലൈമാനിയാണ്. അപ്പോൾ അതും വാങ്ങി അവിടെ ഇരുന്ന് കുടിച്ചു. അത് കുടിച്ചിട്ടാണ് പിന്നെ അതിൻ്റെ പുറകുവശത്തിലോട്ടുള്ള ഈ പ്ലാന്റേഷനിലേക്ക് നമ്മൾ ഇറങ്ങുന്നത്. ഒരുപാട് സഞ്ചാരികളൊക്കെ ഉണ്ട്, പിന്നെ ഗൈഡൊക്കെ ഉണ്ട് കേട്ടോ. അവർ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ പിന്നെ അങ്ങനെ പുറകോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു തമിഴ്നാട്ടിൽ നിന്ന് വന്ന കുറച്ച് ഗ്രൂപ്പുകളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരോടൊപ്പമാണ് ഞാൻ അങ്ങോട്ട് പോയത്. ഞാൻ ഒറ്റയ്ക്കല്ലേ, പിള്ളേർ വന്നിട്ടില്ല. പിള്ളേർക്ക് പിന്നെ ഇതൊന്നും കാണാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞ് നമ്മൾ വരുന്നില്ല, അവിടെ നിൽക്കട്ടെ, മമ്മി പോയിട്ട് വന്ന് വന്നിട്ട് ഞാൻ വന്നത്. അപ്പോൾ എന്തായാലും രസമുണ്ട്, ഫോട്ടോസും വീഡിയോസിനും നല്ല രസമുണ്ട്. പിന്നെ ഒരു പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പൈസസ് അറിയാമല്ലോ. അപ്പോൾ ഗ്രാമ്പു, ഏലക്കായി, പിന്നെ മഞ്ഞൾ, അങ്ങനെ നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന എല്ലാ സ്പൈസസും അവിടെ ഉണ്ട്. അങ്ങനെയുള്ള ആ ഗൈഡ് ഇങ്ങനെ ഓരോന്നിനെ കുറിച്ച് ഇങ്ങനെ വിവരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് ഒരുവിധം അറിയാവുന്നത് തന്നെയാണ്. പക്ഷേ ഇത് കേട്ട് നിൽക്കാൻ നമുക്ക് കുറച്ചൊരു സഹനം വേണം. ഇത് മഞ്ഞളിൻ്റെ ആയിലൊക്കെ പൊട്ടിച്ചിട്ട് നമുക്ക് മണപ്പിക്കാമൊക്കെ തന്നിട്ട് അങ്ങനെ കുറച്ച് വിശദീകരണമൊക്കെ ഉണ്ടായി. പിന്നെ അങ്ങനെ പോയി. നല്ല ഒരു ഗൈഡ് വിസ്തരിച്ചിട്ട് തന്നെ പറയുന്നുണ്ട്. പിന്നെ നമ്മളങ്ങനെ നടന്ന് അതിൻ്റെ അകത്തോട്ട് കൂടി പോകുന്നുണ്ട് കേട്ടോ. നല്ല എല്ലാ സ്പൈസസും ഉണ്ട്. മാക്സിമം ഒരുപാട് സ്പൈസസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന സ്പൈസസ് തന്നെ ആയതുകൊണ്ട് പിന്നെ വെച്ച് ഇത് കാണാനാണോ ഞാൻ വന്നത്, എന്നാലും നമുക്ക് ഇത് കാണാതെ പോയിരുന്നെങ്കിൽ പിന്നെ പോയി നമ്മൾ വിചാരിക്കില്ല, അയ്യോ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിട്ട് നമുക്ക് കയറിയില്ലല്ലോ എന്ന് വിചാരിക്കില്ലേ. അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പിന്നെ പോയപ്പോൾ എനിക്ക് ഇങ്ങനെ നടക്കാനൊക്കെ ഇഷ്ടമാണ്. പിന്നെ ഇതൊക്കെ നമുക്ക് നമ്മൾ കേരളത്തിൽ നിന്ന് പോയിട്ട് ഈ സ്പൈസസിൻ്റെ പിറകെയൊക്കെ പോകുന്നതെന്ന് പറഞ്ഞാൽ നമുക്കതൊരു വലിയൊരു അതിശയമായിട്ടൊന്നും തോന്നിയിട്ടില്ല. എന്നാലും ഞാനങ്ങനെ അവരൊപ്പം തന്നെ നടന്നു. എല്ലാം തമിഴ്നാട്ടുകാരാണ് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു കേട്ട് ഞാനും അങ്ങനെ കേട്ട് നിന്നു. അപ്പോൾ അതൊക്കെ വീഡിയോ എടുത്തു. പക്ഷേ അവരുടെ സംസാരം ഒക്കെ ഒരുപാട് ലോങ് ആയിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ കംപ്ലീറ്റ് ഒന്നും എടുത്തിട്ടില്ല. ചെറിയ നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു റൗണ്ട് അടിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ അതേപോലെ ഇങ്ങനെ വന്നു. ഓരോരോ സ്ഥലത്ത് നിന്നിട്ട് ഓരോന്നോരോന്ന് വിശദീകരിക്കുന്നുണ്ട്. ശരിക്കും ആ ഗൈഡ് ഓക്കെ, ആ പെൺകുട്ടി നല്ല പോലെ വിസ്തരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. സംശയമുള്ളവർ തിരിച്ച് ചോദിക്കുന്നുമുണ്ട്. അതിൻ്റെ സംശയവും അവർ തീർക്കുന്നുണ്ട്. എന്തായാലും നല്ലൊരു യാത്ര തന്നെയായിരുന്നു കേട്ടോ. അതിൻ്റെ അകത്ത് എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ചെടികളുടെ ഇടയിലൊക്കെ നടക്കാനും. ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ ചുമ്മാ ചെടികളോടും കാറ്റിനോടും ഒക്കെ മിണ്ടിയും പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ നടക്കാൻ അതൊരു വേറെ ലെവലാണ്. ചിലപ്പോൾ ചിലരൊക്കെ വിചാരിക്കും വട്ടാണെന്ന്. പക്ഷെ വട്ടാണെന്ന് പറഞ്ഞാലും ആ ഒരു വൈബ് വേറൊരു വൈബാണ് കേട്ടോ. അത് ഒരാൾക്കും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങനെ ഈ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന, ഈ നാച്ചുറൽ ഇഷ്ടപ്പെടുന്ന, ഈ ചെടികളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരില്ലേ, അവർക്കൊക്കെ അതിൻ്റെ ആ ഒരു വൈബ് കിട്ടും. അതേപോലെ തന്നെയാണ് എനിക്കും ഒരുപാട് ഇഷ്ടമായി.
അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പോയിട്ട് നമ്മൾ ലഞ്ചുണ്ടെന്ന് പറഞ്ഞില്ലേ, ലഞ്ച് നോക്കാമെന്ന് വിചാരിച്ചു ഞാൻ കേട്ടോ. ലഞ്ച് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് വലിയ ടേസ്റ്റൊന്നും പിടിച്ചില്ല. പിന്നെ കുറച്ച് ദാലും കുറച്ച് റൈസ് ഒരു ചപ്പാത്തിയൊക്കെ ഇട്ട് അങ്ങനെ ഇതാക്കി കഴിച്ചിട്ട് ഞാൻ പിന്നെ തിരിച്ചതാണ്. കുട്ടികളവിടെ വിശന്നിരിക്കുന്നുണ്ട്, അവർക്കും വിശക്കുന്നുണ്ടാവും എന്നാന്നിട്ട്. അപ്പോൾ എല്ലാം നമുക്ക് കാണാം കേട്ടോ. പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കുട്ടികൾക്ക് KFC വേണമെന്ന് പറഞ്ഞിട്ട് KFCയിലേക്കാണ് പോയത്. അപ്പോൾ എല്ലാം നമുക്ക് കാണാം പതിയെ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം കേട്ടോ. പിന്നെ ഞാൻ ലഞ്ചൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല, എന്നാലും പോയതിൽ ചെറിയ രീതിയിലൊന്ന് കഴിച്ചിട്ട് വരുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ നേരെ തിരിച്ച് വന്നിട്ട് പിന്നെ KFC എവിടെയാണെന്ന് നോക്കിയിട്ട് KFCയിലേക്കാണ് വന്നത്. അവിടെ നിന്ന് കുറച്ച് ഓടാനുണ്ടായിരുന്നു കേട്ടോ KFCയിലേക്ക്. പിന്നെ തിരിച്ച് വന്ന് നമ്മൾ KFC ഒക്കെ കഴിച്ചിട്ട്, പക്ഷേ ഫ്ലൈറ്റ് അല്ലല്ലോ, ട്രെയിൻ ഡിലേ ആയിരുന്നു. അപ്പോൾ മെസ്സേജ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ KFC ഒക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നത്. അപ്പോൾ KFCൻ്റെ അടുത്ത് തന്നെ ഒരു മാളുണ്ടായിരുന്നു കേട്ടോ. അവിടെ കുറച്ച് പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ജസ്റ്റ് അവിടെ കയറി ഒന്ന് റൗണ്ട് അടിച്ച് പിന്നെ തിരിച്ച് വന്നിട്ടാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ തിരിക്കുന്നത്. കാരണം ഡിലേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓരോരോ മെസ്സേജ് വരുന്നുണ്ടായിരുന്നു. ആദ്യം പറഞ്ഞു 1 മണിക്കൂർ ഡിലേ എന്ന്, പിന്നെ പറഞ്ഞു 1.5 മണിക്കൂർ ഡിലേ, 2 മണിക്കൂർ ഡിലേ, അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഏതായാലും അവർക്ക് വണ്ടി കൊടുക്കണം. വണ്ടിയും കൊടുത്തിട്ട് 6 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് വണ്ടിയും കൊടുത്തിട്ട് നമ്മൾ അവിടെ അവർ വന്നിട്ട് വണ്ടിക്കാർ വന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ അവർ വണ്ടി എടുത്തോളും. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ അഡ്വാൻസായിട്ട് പൈസ കൊടുത്തിട്ടുണ്ട്. ഗ്യാരൻറ്റി പൈസ അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് തിരിച്ചു തരാനുള്ള പൈസ അവർ തിരിച്ചു തരും. ഇനി അഥവാ നമുക്ക് അങ്ങോട്ട് കൊടുക്കേണ്ടവരാണെങ്കിൽ അങ്ങോട്ട് കൊടുക്കാം എന്നുള്ള അങ്ങനെയുള്ള ഇതിന്. അപ്പോൾ അവരോട് പറഞ്ഞ് നമ്മൾ ഇത്ര മണിക്ക് അവിടെ റെയിൽവേ സ്റ്റേഷനിലെത്തും, അപ്പോൾ നിങ്ങൾ അവിടെ എത്തിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എത്തി. പിന്നെ വണ്ടിക്കാരും റെൻ്റുകാരും അവരും അവിടെ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ വണ്ടിയൊക്കെ കൊടുത്ത് നമ്മളുടെ ഡീലൊക്കെ ക്ലിയർ ആക്കിയിട്ട് നമ്മൾ അകത്തോട്ട് കയറുന്നതാണ്. അപ്പോൾ അകത്തോട്ട് കയറുമ്പോഴത്തേക്കും പിന്നെയും ഡിലേ എന്ന് പറഞ്ഞ് കാണിച്ചപ്പോൾ പിന്നെ അവിടെ അടുത്ത് തന്നെ കയറുന്ന സ്ഥലത്ത് തന്നെ ലോഞ്ചുണ്ട് കേട്ടോ, വെയിറ്റിംഗ് ഏരിയ ഉണ്ട്, ലോഞ്ചുണ്ട്. അപ്പോൾ അവിടെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ സീറ്റ് കിട്ടും. പക്ഷേ നമ്മൾ കയറുമ്പോഴത്തേക്ക് നല്ല ഫുള്ളായിരുന്നു കേട്ടോ. പൈസ കൊടുത്താലും നമുക്ക് സീറ്റ് കിട്ടാത്ത രീതിയിലേക്ക് നല്ല റഷ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ കയറിയിട്ട് അപ്പോൾ അവർ പറഞ്ഞ് പുറത്ത് നിൽക്കാൻ, നമ്മൾ പറഞ്ഞ് നമ്മൾ ടീ കുടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അകത്ത് കയറി ഒരു കോഫിയൊക്കെ വാങ്ങി അവിടെ ഇരുന്നിട്ട് കുടിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സീറ്റ് അവൈലബിൾ. കാരണം അതിന് മുമ്പ് വന്ന ട്രെയിനിൽ നിന്ന് പോകാനുള്ളവർ അവിടെ നിന്ന് പോകുമ്പോൾ നമുക്ക് ആ സീറ്റ് കാലിയാവും.
അങ്ങനെ പിന്നെ അവിടെ കോഫിയൊക്കെ കുടിച്ചിട്ട് നമ്മൾ അവിടെ തന്നെ ലോഞ്ചിൽ തന്നെ ഇരുന്നു. പിന്നെ സമയമാകുമ്പോൾ മെല്ലെ പതുക്കെ പോയാൽ മതി. എ സി റൂമിൽ നമുക്ക് ചുമ്മാ സുഖമായിട്ടിരിക്കാം. വെറുതെ പുറത്ത് നിന്നിട്ട് വിയർക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കാലിയായപ്പോൾ നമ്മൾ പൈസ ഒക്കെ പേ ചെയ്തിട്ട് അവിടെ ഇരുന്നു. പിന്നെ പോകുന്ന സമയമാകുമ്പോൾ ട്രെയിൻ വരുന്ന സമയമാകുമ്പോൾ ഒരു 10 മിനിറ്റ് മുമ്പ് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിയാൽ മതി. അത് എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇതാ ഞങ്ങളുടെ അനൗൺസ്മെൻറ്റ് വന്നു, ട്രെയിനിൻ്റെ ഇപ്പോൾ എത്തുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കയറിയിട്ട് അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നതാണ്. എനിക്ക് ഈ റെയിൽവേ സ്റ്റേഷനിൽ എപ്പോഴും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത് ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഇങ്ങനെ പാസ് ചെയ്യുന്നില്ലേ മുകളിൽ പോയിട്ട്. എസ്കലേറ്ററൊക്കെ ഉണ്ടാകുമ്പോൾ ലിഫ്റ്റൊക്കെ ഉണ്ടാകുമ്പോൾ സുഖമാണ്. അപ്പോൾ ഇതാ ഞങ്ങൾ ഈ പ്ലാറ്റ്ഫോമിലെത്തിയിട്ട് ട്രെയിൻ വന്നു. നമ്മൾ പോകാനുള്ള ട്രെയിൻ റെഡിയായിട്ട് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇനിയിപ്പോൾ ട്രെയിൻ കയറിയിട്ട് നേരെ നമ്മുടെ സ്വന്തം കൊച്ചിയിലേക്കുള്ള യാത്രക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഈ 4 ദിവസത്തെ പരിപാടി, ഈ ട്രിപ്പ് അടിപൊളിയായിരുന്നു. എന്തായാലും നിങ്ങളുടെ കമൻ്റ് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കമ്പാർട്ട്മെൻറ്റിലേക്ക് ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല റഷ് ഉണ്ടായിരുന്നു കേട്ടോ ഗോവയിൽ നിന്ന്. കാരണം മഡ്ഗാവിൽ നിന്ന് ഇങ്ങോട്ട് കയറാൻ ഒരുപാട് മലയാളീസ് തന്നെയുണ്ട്. കേരളക്കാർ ഒരുപാട് പേരുണ്ട്. നമ്മളെ കമ്പാർട്ട്മെൻറ്റിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ബോഗിയിൽ ഒരുപാട് മലയാളികളുണ്ടായിരുന്നു അവിടുന്ന് ഗോവയിൽ നിന്ന് കയറിയത്. അതിന് രാത്രി കയറി ഉടനെ എല്ലാവരും കിടന്ന് ഉറങ്ങി. നല്ല ടയർഡുണ്ടായിരുന്നല്ലോ. പിന്നെ അപ്പോൾ ഉറങ്ങി എണീക്കുമ്പോഴത്തേക്ക് കൊച്ചി എത്താറായിട്ട്. അപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ കൊച്ചി എത്തി എന്ന് പറയാം. ഇപ്പോൾ അൽഹംദുലില്ലാ ഇവിടെ എറണാകുളം എത്തി. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ എല്ലാ ട്രിപ്പും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഞങ്ങളൊപ്പം തന്നെ നിങ്ങളുണ്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. അങ്ങനെ പിന്നെ ഇറങ്ങിയിട്ട് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെയുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ബായ്.